പന്ന്യങ്കര ടോൾ പ്ലാസയിൽ രാവിലെ ഉണ്ടായ ഒരു പ്രതിഷേധത്തിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. പാലക്കാട് തൃശൂർ ദേശീയപാതയിലെ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ സ്കൂൾ വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള നീക്കത്തിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. വടക്കഞ്ചേരി പ്രദേശവാസികളും സമരസമിതിയുമായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്കൂൾ കുട്ടികളുമായുള്ള വാഹനങ്ങളിൽ നിന്ന് 6-ാം തീയതി വരെ ടോൾ ഈടാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. മുന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ഒരിക്കലും ഇത് ടോൾ അടച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഒരിക്കലും. അതിൻ്റെതായ കാരണം എന്ന് പറഞ്ഞാൽ ഈ ടോളിൻ്റെ ഒരു 300 മീറ്റർ അപ്പുറത്താണ് 1200-1300 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളുള്ളത്. ആ സ്കൂളിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ മൊത്തം കൊണ്ടുപോകുന്ന വണ്ടിയിലാണ്. ഈ ലോക്കൽ ഏരിയയിൽ നിന്ന് വിദ്യാർത്ഥികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് ശോഭ അക്കാദമി അതിൻ്റെ പേര്. ആ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഞങ്ങളും അതിനകത്ത് സഹകരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ സഹകരണം എന്ന രീതിയിൽ വടക്കഞ്ചേരി പഞ്ചായത്തും കിഴക്കഞ്ചേരി പഞ്ചായത്തും ഇതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും കാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് ഇവർ ആ ടോൾ കൊടുക്കണമെങ്കിൽ ഇവർക്ക് 360 രൂപ പെർ ഡേ വേണം. അതോടൊപ്പം തന്നെ ഒരു മാസത്തേക്ക് 13,400 രൂപ വേണം. അവർ നിശ്ചിതമായൊരു തുകയിലാണ് അവർ കരാർ വാടകയ്ക്ക് ഓടുന്നത്. ഏകദേശം ഒരു 30,000-32,000 ഒക്കെ വരുള്ളൂ. അതിനകത്ത് ഒരു ഡ്രൈവർ വേണം, ഒരു കുട്ടികളെ നോക്കാൻ ഒരു ആയ വേണം, ഹെൽപ്പർ വേണം. ഇവർക്കൊക്കെ ശമ്പളം കൊടുത്തതിന് ശേഷം ഡീസൽ കാശ് കഴിഞ്ഞിട്ട് ഈ ടാക്സും അടച്ച് 10,000 രൂപ ടാക്സാണ് വണ്ടിക്ക്, ഇൻഷുറൻസും അടച്ച് ഇതെങ്ങനെ മുന്നോട്ട് പോകും? ഞങ്ങൾക്കൊരു ജീവിതമാർഗം വേണ്ടേ? ഫാസ്റ്റാഗ് ഇല്ലെങ്കിൽ നമുക്ക് 210 രൂപ വരും വൺ സൈഡ് പോകാൻ, ഡബിൾ ചാർജ് വരുന്നത്. പക്ഷേ അത് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായി അറിവില്ല. എന്നിരുന്നാലും എല്ലാ ടോളുകളിലും ഡബിൾ ചാർജ് എടുക്കുന്നുണ്ട്, ഇവിടെ അത് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ വടക്കഞ്ചേരി പഞ്ചായത്ത്, കിഴക്കഞ്ചേരി പഞ്ചായത്ത് തൊട്ടടുത്തുള്ള സ്കൂളുകൾ, വടക്കഞ്ചേരിയിലുള്ള സ്കൂളുകൾ, ഇത് പന്തലമ്പാട സ്കൂള്, ശോഭ അക്കാദമി, ഇങ്ങനെയുള്ള സ്കൂളുകൾ, ശ്രീനാരായണ, സെൻറ്റ് ഫ്രാൻസിസ്, ഇങ്ങനെയുള്ള സ്കൂളുകളുണ്ട് ഇവിടെ. ഇതൊക്കെ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന പ്രൈവറ്റ് കോൺട്രാക്ട് ഗാരേജായ പ്രൈവറ്റ് വണ്ടികളാണ്, സ്കൂൾ വണ്ടികളല്ല. ഇവരിൽ നിന്ന് പൈസ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതമാർഗ്ഗമുണ്ട്. ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ടോൾ കൊടുത്താൽ സഹിക്കില്ല. ഇന്ന് തൊട്ട് ടോൾ പിരിക്കും പറഞ്ഞു. ഇന്നലെ ജനകീയ വേദിയുടെ പേരിൽ ഇന്നലെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് അവർ 6-ാം തീയതിക്ക് ഇന്ന് ഡേറ്റ് മാറ്റിയേക്കുന്നത്. 6-ാം തീയതി അല്ല, 1-ാം തീയതി, അടുത്ത 1-ാം തീയതി ആയാലും ഞങ്ങൾ ടോൾ കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, പാലിയക്കര, പന്ന്യങ്കര ടോൾ പ്ലാസകളിൽ സമര പരമ്പരകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും അവിടെ ഒരു ടോൾ പിരിവിനെതിരെ സമരം നടന്നത്. അതും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഈ സഞ്ചരിക്കുന്ന സ്കൂൾ ബസ്സുകളിൽ നിന്നും ടോൾ പിരിക്കുന്നതിനെതിരെയായിരുന്നു ഈ സമരം. ഇപ്പോൾ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇത് നിയമവിരുദ്ധമായിട്ടാണോ അനധികൃതമായിട്ടാണോ ഈ ടോൾ പിരിവ് നടന്നത്? ടോം, ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പോൾ വാളയാറിൽ ഒരു ടോൾ പ്ലാസയുണ്ട്, ടോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് പന്ന്യങ്കര ടോൾ സ്റ്റേഷൻ എത്തുന്നു. അതുപോലെ തന്നെ ഒരു 45 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് പാലിയക്കര ടോൾ സ്റ്റേഷൻ എത്തുന്നു. ഇങ്ങനെ 3 എണ്ണവും അടുത്തടുത്താണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതായത് 60 കിലോമീറ്ററെങ്കിലും ദൂരപരിധി വേണം അടുത്ത ടോൾ പ്ലാസയ്ക്ക്, അടുത്ത ടോൾ സ്റ്റേഷന് വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇവിടെ നഗ്നമായി ലംഘിക്കപ്പെടുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇവിടെ പന്ന്യങ്കരയിലെ ടോൾ സ്റ്റേഷൻ എടുത്തു മാറ്റേണ്ടതുണ്ട്. നാട്ടുകാരും അതുപോലെ തന്നെ ഈ ടോൾ വിരുദ്ധ സമരസമിതി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നതും ഇതാണ്. ഈ പന്ന്യങ്കര ടോൾ സ്റ്റേഷനിൽ നിരവധി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒട്ടനവധി തവണ ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യാത്രക്കാരോട് വളരെ മോശമായാണ് ഇവിടെയുള്ള ജീവനക്കാരുടെ പ്രതികരണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഗുണ്ടായിസം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു മാനേജർ പരസ്യമായി തന്നെ ആളുകളെ വെല്ലുവിളിക്കുകയും ഗുണ്ടായിസം നടത്തുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ആരെങ്കിലും അതിന് തിരിച്ചു പ്രതികരിച്ചാൽ ഇയാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ശേഷം അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക്, ഇന്നുണ്ടായ പ്രധാന പ്രതിഷേധത്തിലേക്ക് പോവാം. അത് ഈ ചുറ്റുവട്ടത്ത്, അതായത് ഈ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പ്രദേശത്ത് ഏകദേശം 6-ലധികം സ്കൂളുകളുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഈ ടോൾ ഗേറ്റ് കടന്നാണ്, ടോൾ പ്ലാസ കടന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ പോകുന്നത്. ഇതിനെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒഴിവാക്കിയിരുന്നു. അതും ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഈ വാഹനങ്ങൾക്ക് ടോൾ പിരിക്കാതെ ഒഴിവാക്കിയിരുന്നു. ഒപ്പം തന്നെ ഈ പ്രദേശവാസികൾ, ഈ വടക്കഞ്ചേരി ഭാഗം, അതുപോലെ തന്നെ ആലത്തൂരിന്റെ ചില ഭാഗങ്ങൾ, ഒപ്പം തന്നെ കിഴക്കഞ്ചേരിയുടെ ഭാഗങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്.
കണ്ണമ്പ്ര ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ഭാഗത്തുള്ള ആളുകൾ, ഈ പ്രദേശവാസികളുടെ വാഹനങ്ങളെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു, അതായത് ടോൾ അധികൃതർ പറയുന്നു, ഇനി മുതൽ സ്കൂളുകളിൽ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്ന വാഹനം, സ്കൂൾ ബസ് മാത്രമല്ല, സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷകളുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ, ഇതിൽ കൊണ്ടുപോകുന്ന ടാക്സി കാറുകളുണ്ട്. ഇതിലെല്ലാ വാഹനങ്ങൾക്കും ഇനി മുതൽ കർശനമായും ഈ ടോൾ നൽകേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 1-ാം തീയതി മുതൽ അത് പ്രാവർത്തികമാക്കി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് തുറന്നതോടുകൂടി ആ ടോൾ നൽകണം എന്നിവർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു സംഘം ആളുകളല്ല, ആ പ്രദേശത്തുള്ള ജനങ്ങളും അതുപോലെ തന്നെ സമരസമിതി പ്രവർത്തകരും അവിടെ പ്രതിഷേധവുമായി എത്തി. കുട്ടികളെ, ഈ സ്കൂളുകളിലെ മുഴുവൻ കുട്ടികളെയും ടോൾ സ്റ്റേഷന്റെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിനായിരുന്നു നീക്കം. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയപ്പോൾ ടോൾ അധികൃതർ തൽക്കാലത്തേക്ക് ഒരു 6-ാം തീയതി വരെ സ്കൂൾ വാഹനങ്ങൾ വിടാം, അതിനുശേഷം തങ്ങൾ വീണ്ടും ടോൾ പിരിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ 6-ാം തീയതിയല്ല, ഒറ്റ ദിവസം പോലും ടോൾ നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് സമരസമിതിയും അതുപോലെ തന്നെ നാട്ടുകാരും. എന്തു വന്നു കഴിഞ്ഞാൽ കുട്ടികളെ ഇറക്കിക്കൊണ്ടുള്ള സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇതിൽ ഇന്ന് വൈകുന്നേരം ഇത് സംബന്ധിച്ച് സ്ഥലം ഡിവൈഎസ്പി ഇവിടുത്തെ സമരസമിതി പ്രവർത്തകരും നാട്ടുകാരുമായി സംസാരിക്കുന്നുണ്ട്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് സംയുക്ത സമരസമിതി. 6-ാം തീയതി മുതൽ വാഹനങ്ങളിൽ നിന്ന്, ഈ സ്കൂൾ വാഹനങ്ങളിൽ നിന്നും മറ്റും ടോൾ പിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു സമരം തന്നെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അല്ലെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം, ഈ ഒരു ടോൾ സ്റ്റേഷനിൽ നിരവധി തവണ, എത്രയോ തവണ സംഘർഷങ്ങൾ നടന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ ജീവനക്കാരുടെ ഒരു സ്വഭാവം സംബന്ധിച്ച് അവിടെയുള്ള ആളുകൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ഗുണ്ടാ പിരിവ് എന്നുള്ള രീതിയിൽ വളരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ടോൾ നൽകാത്തവരെ വളരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഗുണ്ടാ പിരിവ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു പകൽക്കൊള്ള നടത്തുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും കുട്ടികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ പ്രദേശവാസികളുടെ വാഹനത്തിൽ ഇപ്പോൾ 6-ാം തീയതി വരെ ടോൾ ഈടാക്കില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. താൽക്കാലികമായി സമരവും പിൻവലിപ്പിച്ചു. അതിനു മുൻപ്, ഈ 6-ാം തീയതിക്ക് മുൻപൊരു ഈ സമര സമിതിയുമായി ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ? ചർച്ച നടക്കുന്നുണ്ടോ? എന്താണ് ഈ സമരസമിതിയുടെ നിലപാട്? അതായത് പൂർണ്ണമായും ഈ സ്കൂൾ ബസ്സുകളിൽ നിന്ന്, ഈ സമീപത്തുള്ള, ഈ ടോൾ പ്ലാസയുടെ സമീപത്തുള്ള സ്കൂൾ ബസ്സുകളിൽ നിന്നും പൂർണ്ണമായും ഈ ടോൾ ഒഴിവാക്കണമെന്നാണോ അവരുടെ ആവശ്യം? ഇത് അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? ടോം, ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് 5 മണിയോട് കൂടിയാണ് ഡിവൈഎസ്പി, അതായത് സ്ഥലം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസും അതുപോലെ തന്നെ നാട്ടുകാരുമായി ചർച്ച നടത്തുന്നത്. കൂടുതൽ ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിലേക്ക് പോകേണ്ടതില്ല. ഇന്ന് തന്നെ പോലീസിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായി. സമരം പ്രതിഷേധവുമായി വരികയും പോലീസിന്റെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായതോടുകൂടിയാണ് ഈ ടോൾ അധികൃതർ ഇങ്ങനൊരു നിലപാടിലേക്ക് മാറുന്നത്. കാരണം നാളെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊക്കെ ആ പ്രദേശത്ത് വലിയ സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ ആളുകൾ, അതായത് പ്രദേശവാസികളും സംയുക്ത സമരസമിതിയും കുട്ടികളെ ഇറക്കിക്കൊണ്ട് ഒരു സമരത്തിന് ഇറങ്ങാൻ നീക്കം നടത്തിയത്. അത് പോലീസും അതുപോലെ തന്നെ പോലീസ് ഇടപെട്ടതോടുകൂടിയാണ് ഇവർ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞത്. എന്തായാലും അപ്പോൾ ഇതിന്റെ എല്ലാം കഴിഞ്ഞ്, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണെല്ലാം കഴിഞ്ഞ് ഒരു 6-ാം തീയതി മുതൽ വീണ്ടും ഈ ടോൾ പിരിവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ വന്നാൽ സമരസമിതി എന്ത് വില കൊടുത്തും അതിനെ ചെറുക്കും, പ്രതിരോധിക്കും. അങ്ങനെ വരുമ്പോൾ സംഘർഷം ഉണ്ടാവും. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇന്ന് പോലീസുമായുള്ള ചർച്ച, അല്പസമയത്തിനകം പോലീസുമായുള്ള ചർച്ച സംയുക്ത സമരസമിതി ആരംഭിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം. എന്തായാലും നമുക്കറിയാം, ഇത് ഈ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ടോൾ സ്റ്റേഷനുകൾ പ്രദേശവാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആവശ്യങ്ങൾക്ക് പോകേണ്ടി വരും. അവരെ കടത്തിവിടുക, അതുപോലെ തന്നെ ഇത്തരത്തിൽ സ്കൂൾ വാഹനങ്ങൾ, ഇപ്പോൾ അവർ പറയുന്നത് തന്നെ അവരുടെ സമീപത്തൊരു ശോഭ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളിലെ, സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൗജന്യമായി മികച്ച വിദ്യാഭ്യാസം നൽകുകയും മികച്ച പരിശീലനവും കായിക തലത്തിലായാലും അതുപോലെ തന്നെ കലാരംഗത്തായാലും മികച്ച പരിശീലനം ഉൾപ്പെടെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂൾ ഇതിന്റെ തൊട്ടടുത്താണുള്ളത്. ഇവിടേക്ക് പല ഭാഗങ്ങളിൽ നിന്ന്, തൃശ്ശൂർ ഭാഗങ്ങളിൽ നിന്നും ഉൾപ്പെടെ കുട്ടികൾ, തൃശ്ശൂർ അതിർത്തിയാണ് ഇത്, അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിർത്തിയാണ്, തൃശ്ശൂർ അതിർത്തിയാണ്. ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ആളുകൾ എത്തുന്നുണ്ട്, കുട്ടികൾ എത്തുന്നുണ്ട് ഇവിടെ പഠിക്കാൻ. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ഇത്തരത്തിലൊരു ചാരിറ്റി പ്രവർത്തനം എല്ലാം ചെയ്യുന്ന ഒരു സ്കൂളിലെ കുട്ടികളെ അല്ലെങ്കിൽ സ്കൂൾ അധികൃതരെ പോലും ഇത്തരത്തിൽ ഈ ഒരു പകൽ കൊള്ളയുടെ പേരിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. ഇത് തങ്ങൾ അനുവദിക്കില്ല. എന്ത് പറഞ്ഞാലും കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിവ് നടത്തിയാൽ അതിനെ പ്രതിരോധിക്കും എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് പ്രദേശവാസികൾ. ടോം, വ്യക്തമാണ്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ടോൾ പിരിവിന്റെ പേരിൽ പകൽ കൊള്ളയാണ് നടക്കുന്നത്. ഇതിൽ കൊച്ചു കുട്ടികൾ പോലും, വിദ്യാർത്ഥികൾ പോലും ഇരകളാകുന്നതാണ് വസ്തുത. കാരണം ഈ സ്കൂൾ ബസ്സുകളിൽ നിന്നും ടോൾ പിരിക്കുമ്പോൾ
സ്വാഭാവികമായും അത് സ്കൂൾ ബസ് അധികൃതർ അല്ലെങ്കിൽ സ്കൂൾ ബസ്സിൻ്റെ ഉടമകൾ അത് കുട്ടികളിൽ നിന്നും സ്വാഭാവികമായും അതിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നും ഈ പണം പിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെ പിഴിയുന്ന, വിദ്യാർത്ഥികളെ പിഴിയുന്ന ഈ പ്രവണതയിൽ നിന്നും ദേശീയപാത അധികൃതർ പിന്മാറുകയാണ് വേണ്ടത്.